വാർത്തകൾ വളച്ചൊടിക്കുന്നതിലും കള്ളം പറയുന്നതിലും തന്നെ തോൽപ്പിക്കാൻ ആരുമില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സതീശൻ പറഞ്ഞ നുണകൾ ഒന്നൊന്നായി സമൂഹ മാധ്യമങ്ങളിലും പൊതുജന മധ്യത്തിലും ഓരോന്നായി പൊളിച്ചെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി തെളിവ് സഹിതം പിടിക്കപ്പെട്ടത് തന്റെ കാലുകൾ തല്ലിയൊടിക്കുമെന്ന് ഡിവൈഎഫ്ഐ നേതാവ് പറഞ്ഞുവെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ്. അടിസ്ഥാനരഹിതമായ ഈ നുണ എന്നാൽ തെളിവ് സഹിതം പിടിക്കപ്പെട്ടതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കെ.എസ്.യു പ്രവർത്തകർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളെയാണ് സതീശൻ വളച്ചൊടിച്ചത് എന്നത് വ്യക്തം. കണ്ണൂരിൽ മന്ത്രിക്കെതിരെ ഉണ്ടായ ആക്രമണത്തിന് നേതൃത്വം നൽകിയവരെ ന്യായീകരിക്കുന്ന നിലപാടാണ് അന്ന് സതീശൻ സ്വീകരിച്ചത്. ആക്രമണം നടത്തിയതിന് തെളിവില്ലെന്നും മന്ത്രിയുടെ കഴുത്തിന് പിടിക്കുന്ന ദൃശ്യങ്ങൾ കൊണ്ടുതരുന്നവർക്ക് പ്രതിഫലം നൽകാമെന്നായിരുന്നു സതീശന്റെ നിലപാട്. ഇതിനോട് പ്രതികരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് തെറ്റാണെന്നും അദ്ദേഹത്തെ ദൃശ്യങ്ങളിൽ പതിയാത്ത വിധം ആക്രമിക്കുന്നവർക്ക് സതീശൻ ചെയ്തതുപോലെ പ്രതിഫലം പ്രഖ്യാപിക്കുന്നത് ശരിയായിരിക്കുമോ എന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിന്റെ മറുചോദ്യമാണ് സതീശൻ വളച്ചൊടിച്ചത്. വയനാട്ടിലെ ദുരന്തബാധിതർക്കായി വീട് നിർമ്മിക്കാനെന്ന പേരിൽ കോൺഗ്രസ് പിരിച്ച പണം എവിടെയെന്ന് ചോദ്യമുയർത്തി പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമായ പറവൂരിൽ ഡിവൈഎഫ്ഐ കുടിൽ കെട്ടി സമരം സംഘടിപ്പിച്ചതാണ് സതീശനെ ചൊടിപ്പിച്ചതെന്ന് ഇതിലൂടെ വ്യക്തമാണ്. കളമശ്ശേരിയിലെ LDF സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ പി രാജീവും സതീശനെ വിട്ടില്ല. നുണകൾ പറയുന്നതിൽ അസാധാരണ ശേഷിയുള്ള വ്യക്തിയാണ് സതീശനെന്നും വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷത്തിന് ഭയമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഗെയിൽ പൈപ്പ് ലൈൻ, വിഴിഞ്ഞം തുടങ്ങിയ പദ്ധതികളെ സംബന്ധിച്ച് UDF ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് രാജീവ് പറഞ്ഞു. നിയമസഭയിൽ ഈ കാര്യങ്ങൾ വസ്തുതകൾ നിരത്തി വ്യക്തമാക്കിയപ്പോൾ മറുപടിയില്ലാതെ നിശബ്ദനായി ഇരുന്ന സതീശൻ പുറത്തു വന്ന് അതേ നുണകൾ വീണ്ടും ആവർത്തിക്കുകയാണെന്നും അദ്ദേഹം പരിഹസിച്ചു. വികസന നയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം ശബരിമല പോലുള്ള വിവാദങ്ങൾ കുത്തിപ്പൊക്കി വോട്ട് നേടാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഫണ്ട് വിനിയോഗത്തിലും രാജീവ് കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ചു. പിരിച്ചെടുത്ത തുകയെക്കുറിച്ചുള്ള കൃത്യമായ കണക്കുകൾ പുറത്തുവിടാൻ പ്രതിപക്ഷ നേതാവോ KPCC പ്രസിഡന്റോ തയ്യാറായിട്ടില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ദുരന്തബാധിതരുടെ പേരിൽ പോലും പണം തട്ടുന്ന നിലയിലേക്ക് കോൺഗ്രസ് മാറിയെന്നും നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച രേഖകളിൽ ഈ തുക കാണാനില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. കഴിഞ്ഞ 10 വർഷമായി വർഗീയ കലാപങ്ങളില്ലാത്ത കേരളത്തെ വികസനത്തിലേക്ക് നയിച്ച LDF സർക്കാരിന് ജനങ്ങൾ വലിയ പിന്തുണ നൽകുമെന്നും പി രാജീവ് പറഞ്ഞു.